ആക്ച്വലി വെഡിങ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, എന്നെ വീഡിയോ കോളിലാണ് വിളിച്ചിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് വീഡിയോ കോളിൽ കണ്ടപ്പം ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. പക്ഷെ ഇന്ന് ആ സാരി എടുത്ത് വന്നപ്പം എനിക്ക് ഒന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കണ്ടപ്പോ തന്നെ ഭയങ്കര എന്താ പറയാ, ഐശ്വര്യം നിറഞ്ഞൊരു ഫീലിംഗ്. പരിചയപ്പെടുത്തത്തോളം എനിക്കൊന്നും പറയാനില്ല. എന്റെ ഭാഗ്യം, ഞാൻ എന്താ പറയാ, ഞാൻ പണ്ട് ചെയ്ത സുഹൃത്തം, ഇങ്ങനെ കാരണന്മാർ ചെയ്ത ഒരു പുണ്യമാണ് 2 മക്കളെ കിട്ടിയത്, രാജുവിനെയും രാഹുലിനെയും. എനിക്ക് ഞാൻ ഒത്തേറ്റുമ്പോൾ സന്തോഷമാണ്. സന്തോഷമുണ്ട്, സങ്കടവും എല്ലാം കൂടെ ഉള്ള എന്താ പറയുക. പക്ഷെ താലിയെല്ലാം കെട്ടി 3 കെട്ട് ഞാൻ തന്നെ കെട്ടിയത്. എല്ലാവരുടെയും 2 കെട്ട് ഞാൻ കെട്ടിയിട്ട്, അതായത് പെങ്ങന്മാര് 1 കെട്ട് കെട്ടണം എന്നാണ്. പക്ഷെ 3 കെട്ട് ഞാൻ തന്നെ കെട്ടി, ആരും കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട്. ದಿನ ದಿನ ನಿನ್ನ ನೋಡುತ್ತಾ ನನ್ನೆಲ್ಲಾಗೂ ಹೋಗು ಮುತ್ತಾಗಿದೆ. ಮಾತು ಮೌನವನ್ನು ಮೀರಿ ನಿನ್ನ ಜೀವ ಆಡು ಭಾಷೆ ಇನ್ನೂ ಚೆನ್ನ. ಕನಸಿಗೆ ನಿನ್ನಿಂದ ಬಂತೀಗ ಒಂದು ರೂಪ, ಉಸಿರಿನ ತುಂಬಾನು ನಿಂದೆ ಜಪ. ಏನಿದೆ ನನ್ನಲ್ಲಿ ನಿನ್ನ ವಿನಃ, ನಿಲ್ಬೇಕು ಸನಿಹ. ನಿನಗೆ ನೀ ನನಗೆ ಬೇಡ ಬೇರೆ ಏನು. ನಿನಗೆ ನೀ ನನಗೆ ಬೇಡ ಬೇರೆ ಏನು. ನನ್ನ ಲೋಕ ನೀನು. അപ്പൊ ആ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടിയിലിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി, അപ്സെറ്റായി. കാരണം എനിക്ക് പാരന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം വന്നു. ഞാനാകെ ഡൗൺ ആയി. എനിക്ക് അവിടെ ഷോപ്പിൽ പോയപ്പോഴും വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഡ്രസ്സ് എടുക്കാൻ എങ്ങനത്തെ സ്യൂട്ടാവുന്നുള്ളത്. അവരെ കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ അതേപോലെ തന്നെ ഇന്നും കല്യാണം കഴിഞ്ഞ ദിവസം അവൾ സോനയുടെ അച്ഛൻ്റെ അമ്മനി കാല് പിടിക്കുമ്പം തൊട്ടപ്പുറത്ത് ആരും ഇല്ലാത്തൊരു ഫീലിംഗ്, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഭയങ്കര സങ്കടം വന്നു. പിന്നെ ആ സ്റ്റേജിൽ വെച്ച് ഞാൻ അത് എക്സ്പ്രസ് ചെയ്തില്ല. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ. ഞങ്ങൾ രണ്ടുപേര് ഞങ്ങളെ പോലെയല്ല, ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ. അതിന്റെ ഒരു അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പാടാറും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാനേ. വീട്ടിൽ ആരുമില്ല, 2 പേരുമില്ല. 2 മക്കൾ കല്യാണം കഴിച്ചാൽ നല്ലതിലേക്ക് പോയി. എന്റെ ഭാഗ്യം. എങ്ങെങ്ങും മായല്ലേ.